പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കട്ടപ്പുറപ്പത്ത് ശശീന്ദ്രകുമാർ ഈ പ്രചരണ വാഹനത്തിൽ കടന്നു വരികയാണ്. നിങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചിരമയേന്തിയ പാവം വിട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇന്നുച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് പുത്തൂർമടം മൈതാനത്ത് വോട്ട് കെട്ടിയ 24 കാലുകൾ ഒരു പന്തിനു പിറകെ പായുന്ന അത്ഭുതകരമായ ഈ പാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏതൊരു സ്ഥാനാർത്ഥിയെ ഒരു ഫുട്ബോൾ പോലെ തട്ടിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കണ്ണൂർപറമ്പത്ത് ശശീന്ദ്രകുമാർ ഇതാ കടന്നു വരികയാണ്, ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ശശീന്ദ്രകുമാർ നാടിന്റെ വികസന നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശശീന്ദ്രകുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള വോട്ടർമാരെ, അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഏകദേശം 700ഓളം വരുന്ന സഹോദരിമാർ കടലിൽ നിന്നും മീൻകിട്ടാതെ അതിദാരുണമായി പട്ടിണി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിലാവട്ടെ, ആയിക്കോട്ടെ, ഞാൻ അത് ഇവിടെ പറഞ്ഞത് ചൈനയിലായിക്കോട്ടെ, വ്ളാഡിമിർ ഇല്യാനോവിച്ച് സേവിയോസ് പുട്ടിന്റെ കടയിൽ നിന്ന് പുട്ടു വാങ്ങിക്കഴിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചിരവയേന്തിയ ഈ പാവം വീട്ടമ്മ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ആളുകളോടും വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആറ്റുമണൽ വാരുവാൻ പാസ് തരും ശശീന്ദ്രകുമാർ, നാട്ടിലുള്ള റോഡുകൾ തരും ശശീന്ദ്രകുമാർ. ഓരോ വോട്ടും ശശിക്കു നൽകി വിജയിപ്പിക്കണമേ, പറഞ്ഞതെല്ലാം ചെയ്തു തരാമേ. പിന്നെ ഈ ഉന്തുവണ്ടിയൊക്കെ മാറ്റിട്ട് ഒരു പിടിയാക്കണ്ടവിടെ എല്ലാം മാറ്റണം മോനെ, അതിനുള്ള വഴി അപ്പൊ തെളിഞ്ഞു വരുന്നേ ഇട്ടോ. ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം മുതലാളി. മുതലാളിന്നോ? ഞാൻ നിങ്ങളെ ശശിയല്ലേ ശിവേട്ട, നിങ്ങൾ ഇന്ന് അനുഗ്രഹിച്ചാല് നന്നായി വാ മോനെ. അനക്കന്റെ 1 വോട്ടല്ല 2 വോട്ട് തരും. 2 വോട്ട് ഇത് അസാധായി പോയി. ശിവേട്ട, 1 വോട്ട്, ഒരൊറ്റ വോട്ട് മതി. എനക്കൊരു വോട്ടുണ്ടെങ്കിൽ അത് മോനുള്ളത് തന്നെയാ. അല്ല അപ്പൊ എന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യമോ? ഒക്കെ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞാ മറന്നു പോരുത്. അച്ഛനോട് പ്രത്യേകം പറയണം വോട്ട് ചെയ്യേ. അല്ല അതിന് അച്ഛൻ മരിച്ചുപോയി. അതെ, പക്ഷെ അച്ഛന്റെ ഐഡന്റിറ്റി കാർഡ് വീട്ടിലില്ലേ? ഉണ്ട്, മതി. അത് വാങ്ങിച്ചു വെച്ചോട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആരും മറക്കരുത്, നമ്മുടെ ചിഹ്നം ചിരവയേന്തിയ വീട്ടമ്മ. രമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണം തൊട്ട് ശശീന്ദ്രകുമാറ് അത് എന്നും കുറയ്ക്കണം നെഞ്ചില്, ചിരവ അടിച്ചെന്ന് പൊളിച്ചു ദൂരെ എറിയണം എന്റെ നാട്ടാരെ. പ്രിയമുള്ള നാട്ടുകാരെ, അയ്യപ്പൻകുട്ടിയേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ട് മനസ്സ് മടുത്ത് മരവിച്ച് മദ്യപിച്ച് മതോന്മത്തനായി AC ബാറിന്റെ മുകളിൽ കിടന്ന് വാള് വെച്ച് ഒരു പെഗ്ഗിന് വേണ്ടി പേപ്പട്ടിയെ പോലെ മോങ്ങുന്ന അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്നു മുതൽ ഏത് പേപ്പട്ടിയെ കണ്ടാലും എനിക്ക് അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അയ്യപ്പൻകുട്ടിയേട്ടന്റെ മുഖം കാണുമ്പോൾ പേപ്പട്ടിയെയും. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ ഞാനാണ് അയ്യപ്പൻകുട്ടിയേട്ടനോട് പറഞ്ഞത്, നിങ്ങൾക്ക് മാത്രമേ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കടിച്ചു കീറി ഒരു പേപ്പട്ടിയെ പോലെ കുരച്ചു ചാടാൻ കഴിയൂ എന്ന്. ഇനി 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമാൻ അയ്യപ്പൻകുട്ടിയേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയരായ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച് ശബ്ദം ഒരൽപ്പം പോയിരിക്കുകയാണ്. നിങ്ങളോട് 2 വാക്ക് ഞാൻ സംസാരിക്കും. ശ്രീ കണ്ണൂമ്പറമ്പത്ത് ശശീന്ദ്രകുമാർ എന്ന പ്രിയ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തിനീ ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കുന്നു? എന്റെ അമ്മയ്ക്ക് അസുഖം വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചികിത്സിച്ച പൈസ പഞ്ചായത്തിന്റെ ഭവനമായി ഞാനൊരു മനുഷ്യനാണ്, അതങ്ങനെ മനസ്സിലാക്കും. ഞാൻ എടുത്തുകൊണ്ടു നടന്നിരുന്ന എന്റെ കുഞ്ഞു പെങ്ങൾ, ഞാൻ എടുത്തുകൊണ്ടു നടന്നിരുന്ന എന്റെ കുഞ്ഞു പെങ്ങൾ ഇപ്പോൾ എന്റെ മുഖത്ത് നോക്കാത്ത അവസ്ഥ. എനിക്ക്
നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. പോളിംഗ് ബൂത്തിന്റെ ഫ്രണ്ടിലെത്തുമ്പോ പൊട്ടണം നിന്നെ. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് അവസാന റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കും. പുത്തൂർമട മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ CDF-ലെ അയ്യപ്പൻകുട്ടി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ JDF-ലെ ശശീന്ദ്രകുമാറിനേക്കാൾ 4 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ച എന്റെ പീഡിയ പോയി. എന്തായാലും ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അത് ഉറപ്പല്ലേ? അയ്യപ്പൻകുട്ടി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഓരേ ചവിട്ടി കിട്ടിയ മൂർഖനാ. അല്ലേടോ, എന്താണ് ഒരു ഒച്ചപ്പിടിയൊക്കെ? എടാ ശിവ, ശശീന്ദ്രകുമാറിന്റെ ജാഥാണോ വരുന്നത്? ആണോ? എന്നാ എനക്ക് ഓനൊന്ന് കൊണ്ടാടിയിട്ട് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളെ വിജയിപ്പിച്ച നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. 2 വാക്ക് സംസാരിക്കുവാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അയ്യപ്പൻകുട്ടിയെ തുരത്തി ഓടിച്ച എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാക്ക് നീട്ടിയ പേപ്പട്ടിയല്ല, ആട്ടിൻ തോലിട്ടൊരു ചെന്നായായിരുന്നു അവൻ. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവന്റെ വീട്ടിൽ നിന്ന് 2 അപ്പവും മുട്ടക്കറിയും കഴിച്ചത് ഈ നാട് മുഴുവൻ പറഞ്ഞെന്നെ നാട്ടിക്കില്ലായിരുന്നു അവൻ. എന്താണെന്ന് അവിടെ എന്താ? അതെ, തോറ്റ സ്ഥാനാർത്ഥി അയ്യപ്പൻകുട്ടിയുടെ പ്രതിഷേധ പ്രകടനം വരുന്നുണ്ട്. നിങ്ങൾ അണികളോടൊന്ന് ആത്മസംയമനം പാലിക്കാൻ പറയണം. ഞാൻ പിന്നെ അന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഇങ്ങോട്ട് മാറിക്ക്. അന്നെ മാത്രം എനിക്കൊരു പേടിയുള്ളൂ. പറഞ്ഞു നിൽക്കാൻ സമയം നിങ്ങളൊന്ന് മാറി നിന്നങ്ങട്ട്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെ കാണണ്ടേ? നിങ്ങൾ നാളെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം എന്റെ അമ്മ ചുറ്റൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് കൈ കുത്തി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ല ഇങ്ങനെ, നാണമില്ലേ ഇങ്ങനെ പറയാൻ? നാണമില്ല ഇങ്ങനെ പറയാം. നമ്മൾ നാളെയും കാണണ്ടേ? നമ്മൾ നാളെ കാണണ്ടേ? ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഉള്ളിൽ സങ്കടം കേട്ടോ. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. ഓനെ തോൽപ്പിച്ച മോശമായിടോ. നിങ്ങൾ തോറ്റാ മതി. എക്സ്ക്യൂസ് മീ. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ കോർപ്പറേഷൻ. ഞാൻ നിവേദനം കൊടുക്കാനുള്ളവരൊക്കെ കൊണ്ട് പോരി. വരിക്ക് നിക്ക്. ഇങ്ങനെ അങ്ങോട്ട് തിക്കി താക്കി പോണേ. ഇത് ഞാനാണ്. എന്റെ പേര് പറഞ്ഞാ മതി, മൂപ്പർക്കറിയാം. എന്നിട്ട് മനസ്സിലാക്കില്ല, ഇത്തിരി പിടിയാന്ന് പറഞ്ഞാ മതി. തൽക്കാലം എന്റെ കൈ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. ആരാ എന്റെ പുകയില്ലാത്ത അടുപ്പിന്റെ കാര്യോ? എടോ, നമ്മൾ കൊടുത്തില്ലിരുന്നത്. സാറമ്മ കക്കൂസ പാസാക്കി. തൽക്കാലം ഒരു കക്കൂസ് തരാം. സാറ് അടുപ്പിന് പുകയില്ലാണ്ട് കക്കൂസ് കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ എല്ലാവരും നിവേദനം കൊടുത്ത സ്ഥിതിക്ക് യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. വെക്കി എല്ലാരും വെക്കണേ. അല്ല, ഇതെല്ലാം കൂടി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതാണ് എനക്കൊരു രാഷ്ട്രീയ ഭാവി ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഈ നിവേദനം ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് വലിച്ചങ്ങോട്ട് കീറി. ഇനി അതെന്താ കാണുന്നത്? കുപ്പത്തൊട്ടി. അതിലേക്ക് അങ്ങോട്ട് ഇടുക. ഇട്ടു. കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ നിവേദനത്തിന്റെ കാര്യം. അങ്ങനെ ഖജനാവിൽ കൈയിട്ട് വാരിയും പൊതികാൽ വെട്ടിയും തമ്മിൽ തല്ലി 5 വർഷങ്ങൾ 5 ദിവസങ്ങൾ പോലെ കടന്നുപോയി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. കുഞ്ഞിരമേട്ടന്റെ ഓമന മകനായി നാട്ടിൽ പിറന്നൊരു കണ്ണമ്പുറത്ത് ശശീന്ദ്രകുമാർ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും 5 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കും. നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ അവരും മറക്കും. ഈ മറവി കൂടുതലുള്ളത് കൊണ്ടാവാം ചില നേതാക്കൾ പറയുന്നത് പൊതുജനം കഴുതയാണെന്ന്.